ഇതുപോലെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായി. മറ്റേ ഈ നമ്മളെ ഈ ഫസ്റ്റ് കടകളിലൊക്കെ ഫസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ, ആദ്യത്തെ കൈനീട്ടം, ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് കച്ചവടം. ഒരു ദിവസം ഞാനായിരുന്നു ഫസ്റ്റ് കച്ചവടം. എന്തായാലും ആ കട മൂടി, വലുത് കണ്ട് എടുത്താലും ഇടത് കൈ കൊണ്ട് കൊടുത്താൽ അതവർക്ക് അറിയത്തില്ല, അതവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ പറഞ്ഞ് ആ കൈ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ എന്ത് ഈ കൈ കൊണ്ടുവന്നു? ഈ കൈ കൊണ്ടുവരാൻ പറ്റില്ല, ആ കൈ കൊണ്ടുവരാം. ഞാനൊരു വിധത്തിൽ മാറ്റത്തില്ല. ഞാൻ പറഞ്ഞ് ഈ കൈ കൊണ്ടുവരുന്നത് തരും. പിന്നെ ഒരു അരമണിക്കൂർ അവിടെ ചർച്ച ചെയ്തു, ഒരു മെഡിക്കൽ സ്റ്റോറിലായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കൈ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ താങ്കൾ പറഞ്ഞ ഈ ഡയലോഗ് പറഞ്ഞു, വലുത് കൈ ഇല്ലെങ്കിലാ അപ്പൊ എന്തോ ഇടത് കണ്ടല്ലോ വരാൻ പറ്റും. ഇയാൾക്ക് വലുത് കൈ ഉണ്ടല്ലോ, അതുകൊണ്ടങ്ങ് തന്നാ മതി. അതാണ് എന്റെ ഇഷ്ടമല്ലേ ഏത് കൈ വരണു. ഇയാൾ വലത് കൈ വാങ്ങിച്ചോ ഇടത് കൈ വാങ്ങിച്ചോ, ഇയാളുടെ ഇഷ്ടം. എന്റെ ഇഷ്ടമാണ് എന്റെ ഏത് കൈ വരണോ. മാമന്റെ വലത് കൈ അടിച്ചു കൊടുത്തിട്ട് ഇടത് കൈ മേടിപ്പിക്കാൻ എന്തായിരുന്നു? അതായത് ചെയ്യാണ്ടത് ഇങ്ങനെയുള്ളവർക്കൊക്കെ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിവിധി ഇതാണ്, അടിച്ചങ്ങ് ഓടിക്കുക. പിന്നെ ഇമാര് വലത്തേക്ക് കൊണ്ട് ഒരു സാധനം മേടിക്കും. ഫുഡ് കഴിക്കുന്നവരെ പിന്നെ ഇടത്തേക്ക് കൊണ്ടായിരിക്കും. അന്നേരം എല്ലാ കൈയും എല്ലാ കൈയുടെയും വില മനസ്സിലാവും.